കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ എല്ലാ പ്രിയമുള്ളവർക്കും സ്നേഹവന്ദനം. ഈ വീഡിയോയിലേക്ക് ഞാൻ നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഞാൻ പാസ്റ്റർ അനിയൻ സാമുവേൽ ന്യൂഡൽഹി. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിന്റെ മുഖ്യമായ വിഷയം യേശു ക്രിസ്തുവിന്റെ കാൽവറി മരണത്തിലൂടെ നമ്മുടെ ശാപങ്ങൾ മാറിയോ, നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടായോ എന്നുള്ളതാണ്. അതായത് അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് വാദിക്കുന്ന ഒരു വീഡിയോ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. പാസ്റ്റർ എം എ വർഗീസ് അവർ നടത്തിയ ഒരു പ്രസംഗത്തിന്റെ വീഡിയോയുടെ ചില ഭാഗങ്ങൾ ഞാൻ ആ വീഡിയോയിൽ കാണിച്ചിരുന്നു. ആ വീഡിയോയുടെ ഫുൾ ഭാഗങ്ങൾ ഞാൻ എൻ്റെ ആദ്യത്തെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങളത് കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ അതേ വിഷയത്തിന്റെ തുടർമാനമായ ഒരു ഭാഗമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പൊ ആദ്യത്തെ വീഡിയോ കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വീഡിയോ നിങ്ങളൊന്ന് കാണണം. കണ്ടതിന് ശേഷം നിങ്ങൾ ഈ വീഡിയോ കാണുക. കാരണം ഇത് രണ്ടും കണക്റ്റഡ് ആയിട്ടുള്ള ഭാഗമാണ്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് നിങ്ങളുടെ ആത്മീയ ജീവിതത്തിന് വളരെയധികം പ്രയോജനം ചെയ്യും. ദൈവവചനം പഠിക്കുവാൻ, ധ്യാനിപ്പാനുള്ള നല്ലൊരു സമയം കൂടെ നമുക്ക് ഈ വിഷയത്തിൽ ഉണ്ടാകും. ഈ വീഡിയോയിലൂടെ നമ്മൾ ആഗ്രഹിക്കുന്നത് യഥാർത്ഥത്തിൽ ഇത്തരം വിഷയങ്ങളിൽ ഉണ്ടാകുന്ന കൺഫ്യൂഷൻസുകൾ, നമുക്കുണ്ടാകുന്ന ഈ സംശയങ്ങളൊക്കെ ദൂരെ അകറ്റുക എന്നതാണ്. അപ്പൊ അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ഈ വീഡിയോ ശ്രദ്ധിക്കാം. അപ്പൊ നമ്മുടെ പഠന വിഷയത്തിന് ആധാരമായിരിക്കുന്ന വീഡിയോ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ അത് നിങ്ങൾക്കൊന്ന് വാച്ച് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഈ ക്ലാസ് തുടരാം. യേശുവിൻ്റെ കാൽവറി മരണം കൊണ്ട് ശാപങ്ങൾ മാറുന്നില്ല. യേശുവിൻ്റെ കാൽവറി മരണം കൊണ്ട് ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്ന് വിടുവിച്ചു എന്നൊരു വാക്കേ ഉള്ളൂ. ജീവിത ശാപത്തിൽ നിന്ന് വിടുവിച്ചു എന്ന് ബൈബിളിൽ ഇല്ല. അപ്പൊ നിങ്ങൾ ഈ കാര്യം അദ്ദേഹം പറഞ്ഞത് കേട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിൽ അല്ലെങ്കിൽ മരണത്തിലൂടെ നമുക്കൊരു സമ്പൂർണമായിട്ടുള്ള ഉദ്ധാരണം അല്ലെങ്കിൽ പാപത്തിൽ നിന്നുള്ള വിടുതൽ ഉണ്ടായിട്ടില്ല എന്നാണ് അദ്ദേഹം സമർത്ഥിക്കുന്നത്. അത് തന്നെയുമല്ല, അദ്ദേഹത്തിന്റെ വീഡിയോയിൽ അതുപോലെയുള്ള പല വിഷയങ്ങൾ അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളിപ്പം പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് യേശുക്രിസ്തുവിന്റെ കാൽവരി മരണത്തിലൂടെ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടായോ, നമ്മുടെ ശാപങ്ങൾക്ക് പരിഹാരം ഉണ്ടായോ, അതോ ഇനിയും ഒരു ശാപമുക്തി ശുശ്രൂഷ നടത്തണമോ, അല്ലെങ്കിൽ അതിനുവേണ്ടി എന്തെങ്കിലും ഒരു ക്രിയ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ടോ? അപ്പൊ ഞാൻ ഈ വിഷയത്തെ കുറിച്ച് പഠിച്ചപ്പം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് യേശുക്രിസ്തുവിന്റെ കാൽവരി മരണം അത് ഒരിക്കലായി സംഭവിച്ചതാണ്. അത് സകല മാനവ ജാതിയുടെയും രക്ഷയ്ക്ക് വേണ്ടി കർത്താവ് ഒരിക്കലായി ക്രൂശിൽ മരിച്ചു, ഒരിക്കലായി നമുക്ക് വേണ്ടി യാഗമായി തീർന്നു, ഒരിക്കലായി തന്നെ ഉയർത്തെഴുന്നേറ്റു. ഇനിയും എപ്പോഴും അങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി യേശുക്രിസ്തു മരിക്കേണ്ടതായിട്ടില്ല. നമുക്ക് പ്രത്യേകിച്ചൊരു അതിനുവേണ്ടി ഒരു ക്രിയ ചെയ്യുകയോ അല്ലെങ്കിൽ അതിനുവേണ്ടി എന്തെങ്കിലും പ്രത്യേകിച്ചൊരു പ്രയത്നം നടത്തിയോ ചെയ്യേണ്ട ആവശ്യമില്ല. യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ നമ്മൾ രക്ഷിതാവായിട്ടും ദൈവമായിട്ടും അംഗീകരിക്കുക. യേശുക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരിക. അങ്ങനെ സ്വീകരിക്കുന്ന, യേശുവിനെ സ്വീകരിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്നും അവന്റെ ശാപവും പാപവും മാറി അവന്റെ ദൈവമായിട്ട് നിരപ്പ് പ്രാപിക്കുവാൻ അല്ലെങ്കിൽ ദൈവരാജ്യത്തിന്റെ അംശങ്ങളായി തീരുവാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് എൻ്റെ വീഡിയോയിലൂടെ ഞാൻ സമർത്ഥിക്കുന്നത്. അപ്പൊ എൻ്റെ ആദ്യത്തെ വീഡിയോയിൽ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണത്തിൽ നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ, നമുക്ക് ലഭിച്ച നന്മകൾ എന്തെല്ലാമാണ്. അതിലൊന്ന്, നമുക്ക് പകരക്കാരനായി യേശു മരിച്ചു. 2, നമ്മളെ വീണ്ടെടുത്തു. 3, കർത്താവുമായി അല്ലെങ്കിൽ ദൈവമായിട്ട് യേശുക്രിസ്തുവിന്റെ മരണത്തിലൂടെ നമുക്ക് നിരപ്പുണ്ടായി. ഇനി ഇവിടെ 4ാമതായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടി പോകുന്നത് പ്രൊപ്പോസിയേഷൻ അഥവാ പ്രായശ്ചിത്തം എന്നുള്ളതാണ്. പ്രായശ്ചിത്തം എന്ന് പറഞ്ഞാൽ നമ്മൾ പാപിയായിരുന്നു, നമുക്കൊരു വിടുതൽ വേണം, പക്ഷെ അതിന് പ്രായശ്ചിത്തം കഴിയണം. ആ പ്രായശ്ചിത്തം, നമ്മുടെ പാപത്തിന് പ്രായശ്ചിത്തം നമ്മൾ എന്തെങ്കിലും നിലയിൽ ചെയ്ത് തീർക്കുവാൻ സാധ്യമല്ല. കാരണം നമ്മുടെ പ്രയത്നങ്ങൾ, മനുഷ്യന്റെ പ്രയത്നങ്ങൾ ഒന്നും തന്നെ ദൈവത്തിന്റെ നീതിയെ പൂർത്തീകരിക്കുവാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് നിരന്തരമായി നമ്മൾ പാപത്തിൽ തന്നെ തുടരും. അങ്ങനെ തുടരുന്ന ഒരു സമയമായിരുന്നു
പഴയ നിയമത്തിലുണ്ടായിരുന്നത്. അപ്പൊ അതിൽ നിന്നും ആ വ്യക്തികളെ മാറ്റിയെടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ആ ഒരു ശാപം, ആ ഒരു പാപത്തിന്റെ കഠോരത, അതിൽ നിന്നും ജനത്തെ വീണ്ടെടുക്കുക. അങ്ങനെ വീണ്ടെടുത്തൊരു പുതിയ നിയമത്തെ കൊടുക്കുക. പുതിയ നിലയിൽ ജനത്തിന് ദൈവത്തെ അറിയുവാൻ, നിത്യതയിലേക്ക് പ്രവേശിക്കുവാൻ, തന്റെ പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും എന്നേക്കുമായിട്ടൊരു പരിഹാരം ഉണ്ടാക്കിയെടുക്കുക. അതിന് പ്രായശ്ചിത്തം നൽകുക. അപ്പൊ എന്താണ് പ്രായശ്ചിത്തമായി നൽകിയത്? യേശുക്രിസ്തു സ്വയമായി തന്നെ ക്രൂശ് മരണം വഹിക്കുന്നു. ആ ക്രൂശ് മരണത്തിലൂടെ യേശു നമുക്ക് പ്രായശ്ചിത്തമായിട്ട് തീരുന്നു. ഒരു പാപിയോടുള്ള ബന്ധത്തിൽ ദൈവം എന്തെല്ലാം ഡിമാൻഡുകൾ ചെയ്യുന്നുണ്ടോ, അവന്റെ ഉദ്ധാരണത്തിന് വേണ്ടി, അവന്റെ രക്ഷയ്ക്ക് വേണ്ടി എന്തെല്ലാം ആവശ്യമുണ്ടോ, അതെല്ലാം അവിടെ കാൽവരി ക്രൂശിൽ നിർവഹിക്കപ്പെടുകയാണ്. ഇനി പ്രത്യേകിച്ചൊരു പ്രായശ്ചിത്തത്തിന്റെ ആവശ്യം ഇല്ലാതെ വണ്ണം സമ്പൂർണമായിട്ടൊരു ഒരു പരിഹാരമാണ് കാൽവരി ക്രൂശിൽ നമുക്ക് ലഭിച്ചത്. അപ്പൊ അതുകൊണ്ട് പാപത്തിന് പരിഹാരം വരുത്തുവാൻ യേശുക്രിസ്തുവിന്റെ കാൽവരി മരണത്തിന് കഴിഞ്ഞു. അതായത് ദൈവത്തിന്റെ നീതിയുടെ മാനദണ്ഡം പൂർണ്ണമായി നിറവേറ്റപ്പെട്ടു. അപ്പം ആ ഒരു പ്രായശ്ചിത്തത്തിൽ പിതാവായ ദൈവം സമ്പൂർണമായിട്ട് സംതൃപ്തനാണ്. അതായത് ദൈവം ആ ഒരു യാഗത്തിൽ തൃപ്തിയുള്ളവനാണ്, സംതൃപ്തനാണ്. ദൈവം സംതൃപ്തനായിട്ട് നമ്മൾ എന്തുകൊണ്ടാണ് സംതൃപ്തരാകാത്തത്? അപ്പൊ അവിടെയാണ് നമുക്ക് സംശയം ഉണ്ടാകുന്നത്. ദൈവം, അതായത് പിതാവായ ദൈവം തന്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ച് നമ്മുടെ പാപത്തിൽ നിന്ന് പരിഹാരം നടത്താൻ വേണ്ടി യേശുക്രിസ്തുവിനെ തന്നെ, പുത്രനെ തന്നെ പ്രായശ്ചിത്തമായി അർപ്പിച്ചതിന് ശേഷവും നമുക്ക് എന്തുകൊണ്ട് ഇത് അക്സെപ്റ്റ് ചെയ്തുകൂടാ? നമുക്ക് എന്തുകൊണ്ട് വിശ്വസിച്ചുകൂടാ? ആ പ്രായശ്ചിത്തത്തിൽ നമുക്ക് സമ്പൂർണമായിട്ടുള്ള ഒരു വിടുതൽ ഉണ്ടായി എന്ന്. അപ്പം യേശുക്രിസ്തുവിന്റെ കാൽവരി മരണം പ്രായശ്ചിത്ത ബലിയായിരുന്നു. അപ്പൊ അതിനു വേണ്ടി ഇനി പ്രത്യേകിച്ച് വേറെ ഒന്നിന്റെയും ആവശ്യം ഇല്ല. ഓക്കെ, അപ്പൊ ഇത് മനസ്സിലാക്കാൻ പഴയ നിയമത്തിലെ ഈ പുരോഹിതന്മാർ നടത്തിയ ബലികളെ കുറിച്ചും അവരുടെ ശുശ്രൂഷകളെ കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പഴയ നിയമത്തിലെ വ്യക്തികൾക്ക് വേണ്ടി, അന്ന് ജീവിച്ചിരുന്ന ആളുകൾക്ക് അവരുടെ പാപത്തിൽ നിന്ന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി പുരോഹിതന്മാർ പ്രായശ്ചിത്തം കഴിക്കണമായിരുന്നു. അപ്പൊ അങ്ങനെ പഴയ നിയമത്തിലെ പുരോഹിതന്മാർ പല പ്രാവശ്യം പ്രായശ്ചിത്തം കഴിച്ചു. പഴയ നിയമത്തിൽ കഫാർ എന്നൊരു പദപ്രയോഗമുണ്ട്. കഫാർ, അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂടി വെക്കുക, അല്ലെങ്കിൽ പാപത്തിന്റെ ആചാരപരമായ ഒരു മൂടുപടം എന്നാണ് അതിന് അർത്ഥമാക്കുന്നത്. അപ്പൊ അത് തന്നെ നമ്മൾ ഗ്രീക്കിലേക്ക് നോക്കുകയാണെങ്കിൽ അതിന്റെ അർത്ഥം പ്രൊപ്പിറ്റേറ്റ്, പ്രാപിക്കുക, അവകാശമാക്കുക എന്നുള്ളതാണ്. അത് പുതിയ നിയമത്തിലാണ് 2 പ്രാവശ്യം ആ അവകാശമാക്കുന്ന വിഷയത്തെക്കുറിച്ച് പറയുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാപങ്ങൾ കവർ ചെയ്യപ്പെടുകയും അതിലൂടെ നമ്മൾ ദൈവിക നീതി പ്രാപിച്ചെടുക്കുകയും അവകാശമാക്കുകയും ചെയ്യുകയാണ്. ലൂക്കോസ് 18:13 വാക്യം, നിത്യജീവനെ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുന്ന ചോദ്യം നമുക്കറിയാം. അപ്പൊ അവകാശമാക്കുക. എബ്രായർ 2:17, ജനത്തിന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തുവാൻ യേശു പ്രായശ്ചിത്തമായി തീർന്നു എന്നാണ് അവിടെ കാണുവാൻ കഴിയുന്നത്. അപ്പം ഒരു കവറിങ് നടക്കുകയാണ്. 1 യോഹന്നാൻ 2:2, 4:10, റോമർ 3:25 ഈ വാക്യങ്ങളും കൂടെ ഈ വിഷയത്തിൽ ബന്ധം നമ്മൾ വായിക്കേണ്ടതായിട്ടുണ്ട്. 1 യോഹന്നാന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം നോക്കിക്കേ. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു, നമ്മുടേതിന് മാത്രമല്ല സർവ്വ ലോകത്തിന്റെ പാപത്തിനും തന്നെ. നോക്കൂ, യേശുക്രിസ്തു നമ്മുടെ പാപത്തിന് പ്രായശ്ചിത്തമാകും. 4:10 നോക്കിക്കേ. നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ചു, തന്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാക്കുവാൻ
അയച്ചത് തന്നെ സാക്ഷാൽ സ്നേഹമാണ്. അപ്പൊ യേശു ക്രിസ്തു നമുക്ക് നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകാൻ വേണ്ടി ഈ ഭൂമിയിൽ വന്നു എന്നാണ് ഈ വാക്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പം യേശു ക്രിസ്തു വന്നു നമുക്ക് വേണ്ടി, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി പ്രായശ്ചിത്തമായി. ആ പ്രായശ്ചിത്തമായി എന്ന് പറയുമ്പോൾ അത് പൂർണ്ണമല്ല എന്ന് നമുക്ക് എങ്ങനെ വാദിക്കാൻ പറ്റും? യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണം നമ്മുടെ സകല പാപങ്ങൾക്കും, നമ്മുടെ അകൃത്യങ്ങൾക്കും, നമ്മുടെ ശാപങ്ങൾക്കെല്ലാം പരിഹാരമായിട്ട് തീർന്ന ഒന്നാണ്. ഇവിടെ ഹിലാസ്മോസ് എന്ന ഒരു പദപ്രയോഗമാണ് ആ ഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. റോമർ 3:25 നോക്കിക്കേ. വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ദൈവം തന്റെ പൊറുമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തന്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനും ആകേണ്ടതിന് ഈ കാലത്ത് തന്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ തന്നെ അങ്ങനെ ചെയ്തു. എത്ര മനോഹരമാണ് ഈ വേദപുസ്തക വചനങ്ങൾ. അതായത് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. അപ്പൊ യേശുക്രിസ്തുവിന്റെ രക്തം നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമാണ്. നമ്മുടെ പാപങ്ങളിൽ നിന്ന് നമ്മളെ വിടുവിപ്പാൻ ശക്തിമത്തായതുള്ളതാണ്. അപ്പൊ യേശുക്രിസ്തുവിന്റെ രക്തം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തി. കാൽവറിയുടെ കുലക്കളത്തിൽ യേശുവിനെ പരസ്യഘോലമാക്കി എന്ന് നമ്മൾ പറയാറില്ലേ? അതായത് യേശു ക്രൂശിൽ മരിക്കുമ്പോൾ, പരസ്യമായി മരിക്കുമ്പോൾ, നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ് യേശു അങ്ങനെ ചെയ്യുന്നത്. തന്നെ നീതിയെ പ്രദർശിപ്പിക്കുകയാണ് അവിടെ. താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനും ആകേണ്ടതിന് ഈ കാലത്ത് തന്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ തന്നെ അങ്ങനെ ചെയ്തത്. അപ്പം ദൈവത്തിന് നീതി പ്രദർശിപ്പിക്കുന്ന സ്ഥലമായ കാൽവരി കുരിശില് ആ യാഗത്തിൽ വിശ്വസിക്കുമ്പോൾ നമുക്ക് നീതീകരണം ഉണ്ടാകുകയാണ്. നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുകയാണ്. മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടാൻ വേണ്ടിയാണ് അങ്ങനെ സംഭവിക്കുന്നത്. മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുന്നു. അപ്പൊ ഈ മുൻകഴിഞ്ഞ പാപങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ അർത്ഥമാക്കുന്നത്? നമ്മുടെ പാപങ്ങൾ നമ്മുടെ പിതാക്കന്മാരോ നമ്മുടെ പൂർവികന്മാരോ ഒക്കെ ചെയ്ത തെറ്റുകളൊക്കെ ഉണ്ടെങ്കിലും നാം ഏറ്റു പറയുമ്പോൾ നമ്മുടെ പാപങ്ങളെ ദൈവം ക്ഷമിക്കുകയാണ് ചെയ്യുന്നത്. ആ ക്ഷമ നമ്മളിലേക്ക് വരാൻ വേണ്ടിയാണ് യേശു കർത്താവ് കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്നത്. നമുക്കറിയാം, ഇരമ്യാവ്, ദാനിയേല് തുടങ്ങിയ പഴയ നിയമ ഭക്തന്മാർ അവിടെ പിതാക്കന്മാർ ചെയ്ത തെറ്റുകളെ കുറിച്ച് ഓർത്ത് വിലപിച്ച് ദൈവത്തോട് ക്ഷമാപണം ചെയ്യുന്ന ഒരു സമയം. ദൈവമേ ഞങ്ങൾ രക്ഷിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനകളുണ്ട്. ദാനിയേൽ അങ്ങനെ പ്രാർത്ഥിച്ചു, ഇരമ്യാവ് അങ്ങനെ പ്രാർത്ഥിച്ചു. പുതിയ നിയമത്തിൽ നാമും പ്രാർത്ഥിക്കുകയാണ്. യേശുവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ച് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് യേശുക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിലെ മരണത്തെ നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മൾ ഏറ്റെടുക്കുമ്പോൾ നമ്മുടെ പാപത്തിന്റെ ശക്തിയിൽ നിന്നും, ശാപത്തിന്റെ മുൻകഴിഞ്ഞ പാപത്തിൽ നിന്നും ശക്തമായിട്ടുള്ള വിടുതലാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കി എന്തുകൊണ്ടാണ് ഈ പ്രൊപ്പിസിയേഷന്റെ ആവശ്യം നമുക്കുള്ളത്. കാരണം ദൈവം വിശുദ്ധൻ എന്ന നിലയിൽ, ദൈവം പാപത്തെ വെറുക്കുന്നവൻ എന്ന നിലയിൽ നമുക്ക് പ്രൊപ്പിസിയേഷന്റെ ആവശ്യമുണ്ട്. അതായത് നമുക്ക് പ്രായശ്ചിത്തത്തിന്റെ ആവശ്യമുണ്ട്. അതർവൈസ് ദൈവത്തിന്റെ ആ ക്രോധം നമ്മളിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി ദൈവം എന്ത് ചെയ്തു? നിത്യതയിൽ നിന്നും മനുഷ്യനെ വേർതിരിച്ച് വിടാതിരിക്കാൻ വേണ്ടി, അതായത് നമ്മുടെ മേൽ ദൈവത്തിന്റെ കോപം വരാതിരിക്കാൻ വേണ്ടി കർത്താവ് താൻ എന്ത് ചെയ്തു?
ഒരു യാഗമായി പ്രായച്ചിത്തമായിട്ട് തീർന്നു. അപ്പൊ ഇവിടെ ഈ പ്രായച്ചിത്തം നടത്തിയതാരാണ്? ദൈവം തന്നെയല്ലേ? ദൈവം തന്നെയാണ് പാപപരിഹാരം ഉണ്ടാക്കിയത്. യേശുക്രിസ്തുവിനെ പ്രായച്ചിത്തമായിട്ട് അയച്ചത് ഈ ദൈവം തന്നെ, പിതാവായ ദൈവം തന്നെയാണ്. ആ ദൈവം പിന്നെയും നമ്മുടെ ശാപങ്ങളെ വെച്ചുകൊണ്ടിരിക്കുക. അതായത് മനുഷ്യവർഗം ശാപത്തിന് അടിമപ്പെട്ടിരിക്കുമ്പോഴല്ലേ യേശു കർത്താവിനെ ഈ ഭൂമിയിലേക്ക് അയക്കുന്നത്. അങ്ങനെ യേശു ഈ ഭൂമിയിലേക്ക് വരികയും മനുഷ്യന്റെ ഉദ്ധാരണത്തിന് വേണ്ടി താൻ ക്രൂശിൽ മരിക്കുകയും ചെയ്യുന്നു. അപ്പൊ അത് ദൈവം നിയമിച്ച ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. അതായത് പിതാവായ ദൈവത്തിന്റെ ഒരു 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 പദ്ധതിയായിരുന്നു, വീണ്ടെടുപ്പിന്റെ പദ്ധതിയാണത്. അപ്പം ദൈവം തന്നെ, പിതാവായ ദൈവം തന്നെ അങ്ങനെ ചെയ്യുകയും നമ്മുടെ കുറച്ച് പാവങ്ങളെല്ലാം പിന്നെയും അവിടെ തന്നെ വെപ്പിക്കുകയും ചെയ്യുമോ? കൃത്യമായൊരു ഡെലിവറൻസ് നടക്കാതിരിക്കുകയാണോ അവിടെ? അതായത് യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണം ഒരു മനുഷ്യനെ സംബന്ധിച്ചോളം പൂർണ്ണമല്ലേ? പൂർണ്ണമാണ് എന്നാണ് ഞാൻ ഈ പറഞ്ഞ വാക്യങ്ങളെല്ലാം നമുക്ക് പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നു. യേശുക്രിസ്തുവിന്റെ പ്രായശ്ചിത്ത ബലി പൂർണ്ണമാണ്. യേശുവിന്റെ മരണം ദൈവകോപത്തിൽ നിന്നും വിശ്വസിക്കുന്നവരെ വിടുവിക്കുകയാണ്. വിശ്വസിക്കാത്തവർക്ക് ഇതൊക്കെ ഒരുപക്ഷെ നിന്നേക്കാം. അവർക്ക് പൂർവികന്മാരുടെ ശാപം നിന്നേക്കാം. അവർക്ക് എന്തെങ്കിലുമൊക്കെ ശാപങ്ങളോ പാവങ്ങളോ ഒക്കെ അവരിൽ ഉണ്ടായേക്കാം. എന്നാൽ നാം നമ്മുടെ കുറ്റങ്ങൾ ഏറ്റുപറഞ്ഞ്, പാവങ്ങൾ ഏറ്റുപറഞ്ഞ് ദൈവസ്ഥനിൽ ധ്യാനിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, നാം അപേക്ഷിക്കുമ്പോൾ നമ്മുടെ പാവങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുകയാണ് ചെയ്യുന്നത്. ഇനി അതിന്റെ മറ്റൊരു ഭാഗം ഫോർഗിവ്നെസ് എന്നുള്ളതാണ്. ഫോർഗിവ്നെസ് അതായത് ക്ഷമ. യേശുക്രിസ്തുവിന്റെ കാൽവരി മരണത്തിലൂടെ നമുക്ക് ക്ഷമ ലഭിച്ചു. നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടു. ഫോർഗിവ്നെസ് എന്നത് ദൈവത്തിന്റെ ഒരു ലീഗൽ ആക്റ്റാണ്. അതായത് യേശുക്രിസ്തുവിന്റെ മരണത്തിലൂടെ പാപിയുടെ മേൽ ചുമത്തപ്പെട്ടിരുന്ന ശിക്ഷ, ആ ചാർജസ് എന്ത് ചെയ്തു? ദൈവം ക്യാൻസൽ ആക്കി കളയുകയാണ്. ഫോർഗിവ്നെസ് എന്നതിന്റെ അതിനെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി അതിന്റെ മൂലഭാഷയായ ഗ്രീക്കിലേക്ക് നമ്മളൊന്ന് പോകേണ്ടതായിട്ടുണ്ട്. ചരിസോമിയ എന്നൊരു പദപ്രയോഗം, അതിന് കൃപ അഥവാ ഗ്രേസ് എന്നാണ് അർത്ഥം കൊടുത്തിരിക്കുന്നത്. അപ്പം യേശു കർത്താവിന്റെ ഫോർഗിവ്നെസ്, ദൈവത്തിന്റെ ഫോർഗിവ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രധാനമായും നമ്മളിലേക്ക് വന്നത് കൃപയാലാണ്. അതായത് നമ്മളെ മേൽ കർത്താവ് ചെയ്ത സ്നേഹം, അല്ലെങ്കിൽ കർത്താവ് നൽകിയ സ്നേഹം എന്ന് പറയുന്ന കൃപയാണ് നമുക്ക് ലഭിച്ചത്. കർത്താവിന്റെ ഗ്രേസ് നിമിത്തമായിട്ടാണ് നമ്മുടെ പാപങ്ങൾ മോചിച്ചത്. നമ്മുടെ സൽപ്രവൃത്തികൾ കൊണ്ടോ, നമ്മുടെ എന്തെങ്കിലും പ്രത്യേകതകൾ കൊണ്ടോ, ധനസമ്പത്തുകളുണ്ടോ, നമ്മുടെ മിടുക്കുകൾ കൊണ്ടോ ഒന്നും നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെടാൻ പറ്റില്ലായിരുന്നു. അപ്പൊ നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെട്ടത് ദൈവത്തിന്റെ കൃപയാലാണ്. അപ്പം ദൈവം അതെന്ത് ചെയ്തു? ക്ഷമിച്ചു. ഒരു വ്യക്തിയുടെ കടങ്ങൾ നമ്മൾ ക്ഷമിച്ചു കൊടുക്കുന്നത് പോലെ നമ്മുടെ പാപങ്ങൾ കർത്താവ് എന്ത് ചെയ്തു? ക്ഷമിച്ചു തരികയാണ്. നമ്മൾ ചെയ്ത തെറ്റുകൾ ക്ഷമിച്ചു തരികയാണ്. കൊലോസ്യലേഖനം 2-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം നമുക്കിന്ന് നോക്കാം. അതിക്രമങ്ങളിലും നിങ്ങളുടെ ജഡത്തിന്റെ അഗ്രചർമ്മത്തിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവനോട് കൂടെ ജീവിപ്പിച്ചു. അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത് മായിച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്നും നീക്കിക്കളഞ്ഞു. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർക്കം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായി കാഴ്ചയാക്കി. ഈ വിഷയം വളരെ കൃത്യമായി, ഈ വാക്യം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഈ വാക്യം മനസ്സിലാക്കുന്ന ഒരു വ്യക്തിക്ക് ഇന്നും ശാപം നമ്മുടെ മേൽ കിടക്കുകയാണെന്ന് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. അതിക്രമങ്ങളിലും ജഡത്തിന്റെ അഗ്രചർമ്മത്തിലും മരിച്ചവരായിരുന്നു നമ്മൾ. അതായത് നമ്മുടെ പൂർവ്വ പിതാക്കന്മാർ ചെയ്ത കുറ്റങ്ങളിലും അവരുടെ പിതാക്കന്മാർ ചെയ്ത കുറ്റങ്ങളിലും ഒക്കെ, ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ എങ്ങനെ പുറകോട്ട് പോയാലും ആദാം വരയിൽ പോവുള്ളൂ, അതിനപ്പുറത്ത് പോയില്ലല്ലോ. ലോകത്തിലെ ഏത് മനുഷ്യനാണെങ്കിലും
അവന്റെ ഏറ്റവും വലിയ പൂർവ്വപിതാവ് എന്ന് പറയുന്ന ആദാമാണ്. അപ്പം ഇവിടെ പറയുകയാണ്, അതിക്രമങ്ങളിലും നിങ്ങളുടെ ജഡത്തിന്റെ അഗ്രചർമ്മത്തിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവനോടുകൂടെ ജീവിപ്പിച്ചു. ക്രിസ്തുവിനോടുകൂടെ നമ്മൾ ജീവിച്ചിരിക്കുന്നു. ക്രിസ്തുവിനോടുകൂടെ നമ്മൾ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അതായത് നമുക്കറിയാം, നമ്മൾ സ്നാനപ്പെടുമ്പോൾ ക്രിസ്തുവിന്റെ മരണ പുനരുത്ഥാനത്തോട് ഏകീഭവിക്കുകയാണ് നമ്മൾ. മരണത്തോടും അടക്കത്തോടും പുനരുത്ഥാനത്തോടും ഏകീഭവിക്കുന്നതാണല്ലോ സ്നാനം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ക്രിസ്തുവിനോട് കൂടെ നമ്മൾ ജീവിപ്പിക്കപ്പെടുകയാണ്. യേശുക്രിസ്തുവിനോട് കൂടെ ജീവിപ്പിക്കപ്പെടും. ക്രിസ്തുവിനോട് കൂടെ ജീവിപ്പിക്കപ്പെട്ട ഒരു വ്യക്തി, അതിന്റെ ഒരു ഭാഗം നിറയെ ശാപമാണെന്നും അടുത്ത ഭാഗമെല്ലാം ദൈവത്തിന് അനുഗ്രഹമാണെന്ന് നമുക്ക് വാദിക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് പറയാൻ പറ്റുമോ? അതായത് നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ജീവിച്ചു, ക്രിസ്തുവിനോട് കൂടെ നിങ്ങൾ ഉയർത്തെഴുന്നേറ്റു, പക്ഷെ ഇപ്പോഴും ആ പഴയ പാപവും ശാപവും ഒക്കെ അവിടെ കിടക്കുകയാണ്. അതൊന്നും മാറിയില്ല എന്ന് പറയുമ്പോൾ അതിനുവേണ്ടി സ്പെഷ്യലായിട്ട് നമ്മൾ ഉപവാസ പ്രാർത്ഥന നടത്തണം, അതിനുവേണ്ടി സ്പെഷ്യലായിട്ട് മീറ്റിംഗ് നടത്തണം, കേഴ്സ് ബ്രേക്കിംഗ് സൺഡേകൾ നടത്തണം. വാട്ട് നോൺസെൻസ് യു ആർ സ്പീക്കിംഗ്? എന്ത് തെറ്റായൊരു ഉപദേശമാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത്? ഈ വാക്യത്തേക്ക് എന്തുമാത്രം നമ്മൾ അതായത് കോട്ടിക്കളയുകയാണ് ചെയ്യുന്നത്. നമുക്ക് വിരോധമായിരുന്ന ചട്ടവും പ്രതികൂലമായിരുന്ന കൈയെഴുത്തും മായിച്ച്, അത് പഴയ നിയമത്തെക്കുറിച്ച് പറയുകയാണ്. കാരണം ആ നിയമങ്ങൾ അനുഷ്ഠിച്ച് ആരും രക്ഷപ്പെടാതിരിക്കുന്ന സമയത്ത് പറയുകയാണ്, അങ്ങനെയുള്ള എല്ലാം മായിച്ച് ക്രൂശിൽ തറച്ചു. അത് യേശുക്രിസ്തു ക്രൂശിൽ മരിക്കുമ്പോൾ, ആ കൈകാലുകൾ ക്രൂശിൽ തറയ്ക്കപ്പെടുമ്പോൾ, നമ്മുടെ ശാപങ്ങളും പാപങ്ങളും ഒക്കെയാണ് തറയ്ക്കപ്പെട്ടത്. അത് നമ്മൾ വിശ്വസിക്കണം. നമ്മുടെ പാവങ്ങളാണ് തറയ്ക്കപ്പെട്ടത്, നമ്മുടെ ശാപങ്ങളാണ് ആ ക്രൂശിൽ തറയ്ക്കപ്പെട്ടത്. അത് വിശ്വാസത്താൽ നമ്മൾ ഏറ്റെടുക്കുമ്പോൾ അതിന്റെ ആ ശക്തി നമ്മളിലേക്ക് വ്യാപരിക്കുകയാണ് ചെയ്യുന്നത്. അതായത് യേശുക്രിസ്തു നമുക്ക് എതിരെ ഉണ്ടായിരുന്ന, നമുക്ക് വിരോധമായിരുന്ന സകല കൈയെഴുത്തുകളും മായ്ച്ചു കളഞ്ഞു. തന്നെയുമല്ല, ക്രൂശിൽ തറച്ചു, ആണി അടിച്ച് തറച്ചു. നമ്മുടെ നടുവിൽ നിന്നും അത് നീക്കിക്കളഞ്ഞു എന്ന് പറഞ്ഞിരിക്കുന്നു. നമുക്കെതിരെയുള്ള സകല കൈയെഴുത്തുകളെയും മായ്ച്ച് ക്രൂശിൽ തറച്ച് നമ്മുടെ നടുവിൽ നിന്നും നീക്കി കളഞ്ഞു എന്ന് പറയുമ്പോൾ, ഇല്ല നമുക്കൊരു ശാപ ശുശ്രൂഷ നടത്തിയാലും മാറുകയുള്ളത് എന്ന് പറയാൻ പറ്റും? അങ്ങനെ എങ്ങനെ സ്ഥാപിക്കാൻ പറ്റും? അട്ടർലി ദുരുപദേശമാണിത്. തീർച്ചയായും ദൈവമക്കൾ ഇതിനെ ഖണ്ഡിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ ഇതിന് വശംവദരായി തീരാൻ പാടില്ല. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. അപ്പൊ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി, യേശുക്രിസ്തുവിന്റെ ക്രൂശമരണത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ യേശുവിനെ ഹൃദയത്തിലേക്ക് കൈക്കൊള്ളുന്ന ഒരു വ്യക്തി സംബന്ധിച്ചോളം അവന്റെ ഒരുവിധമായിരിക്കുന്ന പാപത്തിന്റെ ശക്തികളും അവനെ ലേശുന്നില്ല. അവന്റെ പൂർവികന്മാരുടെ ശക്തിയോ ആരൊക്കെ ചെയ്ത എന്തെല്ലാം ആണെങ്കിലും ഒരു തന്ത്രമന്ത്ര ശക്തികൾക്കും ഒരു ആഭിചാരങ്ങൾക്കും ഒരു പൈശാചിക ശക്തികൾക്കും ദൈവത്തിന്റെ മക്കളെ, കർത്താവിനെ അറിഞ്ഞ് ജീവിക്കുന്ന തന്റെ മക്കളെ തൊടാൻ പറ്റില്ല. ഒരു ശാപത്തിനും നിന്റെ മേൽ കർത്തൃത്വമില്ല എന്ന് വിശ്വസിക്കണം. അത് ഞാൻ പറയുന്നതല്ല, വേദപുസ്തകം അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. വേദപുസ്തകത്തിലെ സത്യങ്ങൾ അങ്ങനെയാണ് നമ്മളെ വിളിച്ചു പറയുന്നത്. നമ്മൾ പറയുന്നത് അത് വിശ്വസിക്കാനേ പറ്റൂ, അത് വിശ്വസിച്ചാലേ പറ്റുള്ളൂ. മറ്റൊന്ന്, ഇനി ഫോർഗിവ്നെസിന്റെ മറ്റൊരു പദപ്രയോഗം അഫൈമി എന്നൊരു പദപ്രയോഗം, അഫൈമി. അപ്പൊ ഈ പദത്തിന്റെ അർത്ഥം ടു ലെറ്റ് ഗോ, റിലീസ് ഓർ സെൻഡ് അവേ എന്നാണ്. അത് റിലീസ് ചെയ്യുക, അയക്കുക, ടു ലെറ്റ് ഗോ, പോകാൻ അനുവദിക്കുക. അപ്പൊ അത് മനസ്സിലാക്കാൻ നിങ്ങള് എഫെസ്യ ലേഖനത്തിലേക്ക് വരണം. എഫെസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം ഞാനൊന്ന് വായിക്കാൻ നിങ്ങൾക്ക് വേണ്ടി. അവനിൽ നമുക്ക് അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്.
അത് അവൻ നമുക്ക് താൻ ധാരാളമായി കാണിച്ച കൃപാധനപ്രകാരം സകല ജ്ഞാനവും വിവേകവുമായി നൽകിയിരിക്കുന്നു. അവനിൽ താൻ മുൻനിർണയിച്ച തന്റെ പ്രസാദത്തിന് തക്കവണ്ണം തന്റെ ഹിതത്തിന്റെ മർമ്മം അവൻ നമ്മോട് അറിയിച്ചു. അത് സ്വർഗത്തിലും ഭൂമിയിലുമുള്ളത് എല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്കപ്പെടുന്നു എന്നിങ്ങനെ കാലസമ്പൂർണതയിലെ വ്യവസ്ഥയ്ക്കായിക്കൊണ്ട് തന്നെ. അതായത് ഈ വാക്യത്തിൽ നമ്മൾ എന്താണ് വായിച്ചത്? ആക്ച്വലി നമ്മൾ ഈ വാക്യം വായിക്കുമ്പോൾ ഇതിന്റെ 3-ാമത്തെ വാക്യം മുതൽ അല്ലെങ്കിൽ 4-ാമത്തെ വാക്യം മുതൽ നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുൻപേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് അവൻ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ തന്റെ കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻനിയമിക്കുകയും ചെയ്തുവല്ലോ. അവനിൽ നമുക്ക് അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. അപ്പൊ ഇനിയും ശാപത്തിന്റെ അകത്താണെന്ന് പറയുന്നവർ ഒന്നെങ്കിൽ ഈ വചനത്തിൽ വിശ്വസിക്കുന്നില്ല എന്ന് പറയണം. അതായത് നമ്മുടെ പാപങ്ങൾ കർത്താവ് ക്ഷമിച്ചത് ഇപ്പോഴല്ല, നമ്മൾ ലോകസ്ഥാപനത്തിന് മുൻപേ അവൻ നമ്മെ തിരഞ്ഞെടുത്തു. അവന്റെ രക്തത്താൽ നമുക്ക് നീതീകരണവും അവന്റെ രക്തത്താൽ നമുക്ക് പ്രായശ്ചിത്തവും നിരപ്പും ഒക്കെ നൽകി വീണ്ടെടുത്ത് നമ്മെ ലോകസ്ഥാപനത്തിന് മുൻപേ അവനിൽ തിരഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന ഒരു മാനപാത്രമാണ് നമ്മൾ. ഇനി ബാക്കിയുള്ളത് നിങ്ങൾ പൂരിപ്പിക്കുക. അടുത്ത ഒരു കാര്യം ഞാൻ പറഞ്ഞ് വേഗത്തിൽ എന്റെ വീഡിയോ അവസാനിപ്പിക്കാം. അടുത്തത് യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണത്തിലൂടെ സംഭവിക്കുന്നത് ജസ്റ്റിഫിക്കേഷൻ, നീതീകരണമാണ്. അതായത് ക്ഷമ, നീതീകരണം എന്നീ പദപ്രയോഗങ്ങളൊക്കെ നമ്മുടെ ഈ യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തോടുള്ള ബന്ധത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കുകളാണ്. അപ്പൊ ഇവിടെ നമുക്ക് നീതീകരണം സംഭവിക്കുകയാണ്. നീതീകരണം എന്നത് ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരാൾ താൻ നീതിമാനാണ് എന്ന് ഉള്ള ഒരു പ്രഖ്യാപനം, ഡിക്ലറേഷനാണ് നടക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരാളും നീതിമാനാണെന്ന് പ്രഖ്യാപിക്കപ്പെടുകയാണ്, ഡിക്ലറേഷനാണ് ഉണ്ടാകുന്നത്. അപ്പൊ ദൈവത്തിന്റെ അത് ദൈവത്തിന്റെ ഒരു ഫോറൻസിക് അല്ലെങ്കിൽ ഒരു ലീഗൽ ആക്ട് ആണ് നമുക്ക് പറയാം. ഇവിടെ എന്താ സംഭവിക്കുന്നത്? നീതീകരണത്തിൽ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ പാപങ്ങൾ നീക്കപ്പെടുക. നമ്മുടെ പാപങ്ങൾ നീക്കപ്പെടുന്നതനുസരിച്ച് നമ്മളിൽ ക്ഷമയുണ്ടാകുന്നു, നീതീകരണം സംഭവിക്കുന്നു. കർത്താവ് നമ്മളെ നീതിമാനായിട്ട് കണക്കിടും. നമ്മൾ പറഞ്ഞു നീ പാപിയല്ല, നീ നീതിമാനാണ്. അപ്പൊ യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിലൂടെ നമുക്ക് നീതീകരണം ലഭിച്ചപ്പോൾ നമ്മുടെ പാപത്തിൽ നിന്നുമല്ലേ നമുക്ക് നീതീകരണം ഉണ്ടായത്. അപ്പൊ ഇവിടെ അദ്ദേഹം പറയുന്നൊരു വിഷയമുണ്ട്, നമുക്ക് പാപം ചെയ്യാൻ ടെൻഡൻസി ഉണ്ടാകാറില്ലേ എന്നാണ്. ഞാനത് പറഞ്ഞുതരാം. ഈ ടെൻഡൻസി എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ഒരു വ്യക്തിക്ക് പാവം ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാകുന്നത്? നമുക്ക് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് നമ്മുടെ ആത്മാവിന്റെ വീണ്ടെടുപ്പാണ്. ഈ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് സംഭവിക്കുന്നത് യേശു കർത്താവിന്റെ 2-ാമത്തെ വരവിൽ ആണ് സംഭവിക്കുന്നത്. അപ്പൊ ഈ ശരീരം ഈ മണ്ണിൽ നിന്നും എടുത്ത ശരീരമാണ്. ഇതിന് ഇന്ന് വരെ ഒരു വീണ്ടെടുപ്പ് അല്ലെങ്കിൽ ഒരു മാറ്റം ഉണ്ടായിട്ടില്ല, വീണ്ടെടുപ്പ് ഉണ്ടായിട്ടില്ല. കാരണം ഈ ശരീരം കൊണ്ട് നമ്മൾ സ്വർഗത്തിൽ പോകുന്നില്ല. ഈ ശരീരം ഇവിടെ ഉപേക്ഷിച്ചിട്ടാണ് പോകുന്നത്. നമ്മുടെ ആത്മാവാണ് സ്വർഗത്തിലേക്ക് പോകുന്നത്. അപ്പൊ ഈ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് സംഭവിക്കുന്നത് നമുക്കറിയാം. കർത്താവ് തൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാലത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. ആ ഉയർത്തെഴുന്നേൽക്കുന്ന സമയത്താണ് ഈ ശരീരത്തിന്റെ ഉദ്ധാരണം നമുക്കുണ്ടാകുന്നത്. ഇപ്പോഴുള്ള നമ്മുടെ ഈ ശരീരം മണ്ണിൽ നിന്നും എടുത്ത ശരീരമാണ്. ഈ മണ്ണിലേക്ക് തിരിച്ചു പോകണം. ഈ മണ്ണിൽ നാം ആയിരിക്കുന്ന കാലത്തോളം ടെംപ്ടേഷൻസ് എല്ലാ വ്യക്തികൾക്കും ഉണ്ടാകും. പക്ഷെ എങ്ങനെയാണ് ഇതിൽ ജയം പ്രാപിക്കുന്നത്? അതിനാണ് കർത്താവ് തന്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ മൺകൂടാരങ്ങളിലേക്ക് പകർന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ പോയ ശേഷം കാര്യസ്ഥൻ നിങ്ങളുടെ മേൽ അയക്കും, അവൻ സകല സത്യത്തിലും നീതി നിങ്ങളെ വഴി നടത്തും.
പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് വരുമ്പോൾ നമ്മളൊരു ജയോത്സവമായ ജീവിതം നയിക്കുകയാണ്. പാപത്തോട് എതിർത്ത് നിൽക്കുവാനുള്ള ശക്തി നമുക്ക് ലഭിക്കുന്നത് ആ പരിശുദ്ധാത്മാവിന്റെ വ്യാപാരത്തോടു കൂടിയാണ്. അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഈ നമ്മളുണ്ടാകുന്ന ടെൻഡൻസി കൊണ്ട് ഒരിക്കലും നമ്മൾ പാപികളാകണമെന്നില്ല. ആ ടെൻഡൻസിയിൽ നിങ്ങൾ അകപ്പെടുമ്പോഴാണ് നിങ്ങൾ പാപത്തിലേക്ക് അകപ്പെട്ടു പോകുന്നത്. അതിൽ നിന്നും ഉദ്ധരിപ്പാൻ വേണ്ടിയാണ് യേശു കർത്താവ് നമുക്ക് വേണ്ടി എന്ത് ചെയ്യുന്നത്? യാഗമായിട്ട് തീർന്നത്. അപ്പൊ നമ്മുടെ പാപത്തിൽ നിന്നുമുള്ള രക്ഷ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് തരുമ്പോൾ തന്നെ അത് ദിനംതോറും നമ്മൾ ഈ പൗലോസ് പറയുന്ന പോലെ ഞാൻ എൻ്റെ ജഡത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കും എന്ന് പറയുന്നില്ലേ? എന്ന് പറയുന്ന അർത്ഥം എന്താണ്? ഈ ടെൻഡൻസി, പാപത്തിന്റെ പ്രക്രിയ, ആ ഒരു ഫോഴ്സ് നമ്മളിലേക്ക് വരുമ്പോൾ നമ്മളെ അതിനെ അടിമയാക്കുന്ന ഏതെല്ലാം ഘടകമുണ്ടോ അതിനെ ദണ്ഡിപ്പിച്ച് നമ്മളെ അടിമയാക്കി നമ്മൾ ജയമെടുക്കുകയാണ്. ആ ജയമെടുക്കാനുള്ള കൃപ ദൈവം നമുക്ക് തരുന്നുണ്ട്. അതിനാണ് ദൈവത്തിന്റെ വചനം നമ്മുടെ കൂടെയുണ്ട്. ദൈവത്തിന്റെ വചനം വായിക്കുകയും ധ്യാനിക്കുകയും പഠിക്കുകയും ദൈവത്തോടുള്ള സംസർഗത്തിൽ ജീവിക്കുകയും ചെയ്യുമ്പോൾ പാപത്തോട് പോരാടി ജയിപ്പാനുള്ള കൃപ നമുക്ക് കർത്താവ് തരികയാണ്. ശത്രുവിനെ ചവിട്ടി മെതിക്കാൻ അതിനുള്ള അധികാരം കർത്താവ് നമുക്ക് തന്നിട്ടില്ലേ? പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടി മെതിക്കുക. അപ്പൊ ഇത് നമ്മൾ റിയലി ചെയ്യേണ്ട ഒരു വിഷയമാണ്. നമ്മൾ ആക്റ്റീവ് ആയിരിക്കണം ഈ വിഷയത്തിനകത്ത്. ഏതു സമയവും ഒരു അറ്റാക്ക് വന്നാൽ അതിനെ പ്രതിരോധിക്കാനുള്ള ആത്മശക്തിയും കരുത്തും നമുക്കുണ്ടായിരിക്കണം. അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായത്തിൽ 39-ാമത്തെ വാക്യം, റോമാലേഖനം 4:6 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ, 5:9 മുതലുള്ള വാക്യങ്ങൾ, 2 കൊരിന്ത്യർ 5:19, ഈ വാക്യങ്ങൾ നിങ്ങളൊന്ന് എടുത്ത് വായിക്കണേ. ഞാൻ ഒരു വാക്യം ഒന്ന് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായത്തിന്റെ 39-ാമത്തെ വാക്യം നിങ്ങൾ നോക്കിക്കേ. അവിടെ നിന്ന് എഴുതിയിരിക്കുന്നത്, ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചവനോ ദ്രവത്വം കണ്ടില്ല. ആകയാൽ സഹോദരന്മാരെ, ഇവൻ മൂലം നിങ്ങളോട് പാപമോചനം അറിയിക്കുന്നു എന്നും മോശയുടെ ന്യായപ്രമാണത്താൽ നിങ്ങൾക്ക് നീതീകരണം വരുവാൻ കഴിയാത്ത സകലത്തിൽ നിന്നും വിശ്വസിക്കുന്ന ഏവനും ഇവനാൽ നീതീകരിക്കപ്പെടുന്നു എന്നും നിങ്ങൾ അറിഞ്ഞുകൊള്ളുവീൻ. അപ്പൊ യേശു ക്രിസ്തുവിലൂടെ നമ്മൾ നീതീകരിക്കപ്പെടുന്നു എന്നാണ് അപ്പോസ്തല പ്രവൃത്തിയിൽ നമ്മൾ വായിച്ചത്. റോമാലേഖനം 4-ാം അധ്യായത്തിന്റെ 6-7 വാക്യങ്ങൾ നോക്കിക്കേ. ദൈവം പ്രവൃത്തി കൂടാതെ നീതി കണക്കിടുന്ന മനുഷ്യന്റെ ഭാഗ്യം ദാവീദ് വർണ്ണിക്കുന്നത്, അധർമ്മം മോചിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാന്മാർ. കർത്താവ് പാപം കണക്കിടാത്ത മനുഷ്യൻ ഭാഗ്യവാൻ. ഈ കർത്താവ് പാപം കണക്കിടാത്ത ഒരു മനുഷ്യൻ ഭാഗ്യവാനാണ്. അധർമ്മം മോചിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. കർത്താവ് പാപം കണക്കിടാത്ത മനുഷ്യൻ ഭാഗ്യവാൻ. ദൈവം നമ്മുടെ പാപങ്ങൾ കണക്കിടാതെ നമ്മളെ നമ്മുടെ ശാപത്തിൽ നിന്നും നമ്മുടെ പാപത്തിൽ നിന്നും അകറ്റി നിർത്തുമ്പോൾ നമ്മൾ ആരാണ് നമ്മൾ ഇപ്പോഴും പാപവും ശാപവും ഉണ്ടെന്ന് പറയാൻ? ഞാൻ നേരത്തെ പറഞ്ഞു, ആർക്കാണ് ഈ ശാപവും പാപവും ഒക്കെ ഉണ്ടാകുന്നത്? കർത്താവിനെ അംഗീകരിക്കാൻ ജീവിക്കുന്നവർക്ക് ഉണ്ടാകുന്ന ഒരു സംഭവമാണെന്നില്ല. യേശു ക്രിസ്തുവിനെ വിശ്വസിച്ച് നീതീകരണം പ്രാപിച്ച് വീണ്ടെടുക്കപ്പെട്ട ഒരു ദൈവവൈതൽ, ദൈവം അവനെ നീതിമാനായി എണ്ണിക്കഴിഞ്ഞാൽ, അവനെ ഒരു വിശുദ്ധനായി എണ്ണിക്കഴിഞ്ഞാൽ, പിന്നെ ഏത് പാപത്തിനാണ് അവന്റെ മേൽ ആധിപത്യമുള്ളത്? ഏത് ശാപത്തിനാണ് അവന്റെ മേൽ ആധിപത്യമുള്ളത്? പിന്നെ ശാപമുണ്ട്, പിന്നെ ഇതൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞൊരു തട്ടിപ്പ് നടത്തുന്നു. അവിടെ പറഞ്ഞു, ഞാൻ എൻ്റെ ഈ തംബ്നെയിൽ എഴുതിയിരിക്കുന്ന വിശുദ്ധ തട്ടിപ്പ് എന്ന് പറഞ്ഞു. അതായത് കർത്താവ് നമ്മളോട് പറയുന്ന ഈ വാക്യങ്ങൾക്ക് വിപരീതമായിട്ടൊരു ഒരാള് സംസാരിച്ചാൽ തീർച്ചയായും അത് വിപരീത ഉപദേശമാണ്. അത് അക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല. കർത്താവ് നമ്മളെ നീതിമാന്മാരായിട്ട് എണ്ണിയിരിക്കുന്നു. 5-ാം അധ്യായത്തിന്റെ 9 മുതൽ വാക്യങ്ങൾ നോക്കിക്കേ. അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ
നാം അവനാൽ എത്രയധികമായി കോപത്തിൽ നിന്നും രക്ഷിക്കപ്പെടും. ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവന്റെ പുത്രന്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നു എങ്കിൽ, നിരന്ന ശേഷം നാം അവന്റെ ജീവനാൽ എത്രയധികമായി രക്ഷിക്കപ്പെടും. അത്രയുമല്ല, നമുക്കിപ്പോൾ നിരപ്പ് ലഭിച്ചതിന് കാരണമായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നാം ദൈവത്തിൽ പ്രശംസിക്കുകയും ചെയ്യും. എത്ര മനോഹരമായ ഒരു വാക്യമാണ് ഇവിടെ നമ്മൾ കണ്ടത്. അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ എത്രയധികം കോപത്തിൽ നിന്നും രക്ഷിക്കപ്പെടുന്നു എന്നാണ്. അപ്പൊ ഈ ശാപവും ഇതൊക്കെ കോപത്തിന്റെ ഭാഗമാണല്ലോ. നമ്മുടെ ഈ കോപത്തിൽ രക്ഷിക്കപ്പെടാൻ വേണ്ടി കർത്താവ് നമുക്ക് കാലങ്ങൾക്ക് മുൻപ് തന്നെ, ലോക സ്ഥാപനത്തിന് മുൻപ് തന്നെ കാര്യങ്ങളൊക്കെ തയ്യാർ ചെയ്തു വെച്ചു. 11 വരെയുള്ള വാക്യം നിങ്ങൾ വായിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി. അപ്പം എത്രയധികമായി ദൈവം നമ്മളെ സ്നേഹിച്ചിരിക്കുന്നു. 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിന്റെ 17 വാക്യം നോക്കിക്കേ. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ. അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചു, നിരപ്പിന്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. ദൈവം ലോകത്തിന് ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോന്നു. ഈ നിരപ്പിന്റെ വചനം ഞങ്ങളുടെ പക്കൽ പരമേൽപ്പിച്ചിരിക്കുന്നു. ഈ വാക്യം എന്താ ഇങ്ങനെ പറയുന്നവരാരും വായിച്ചിട്ടില്ലേ? ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്, പഴയത് കഴിഞ്ഞുപോയി. അപ്പൊ ക്രിസ്തുവിലായിരിക്കുന്ന ഒരു വ്യക്തി പുതിയ വ്യക്തിയാണ്. അവന്റെ പഴയ ശാപങ്ങളും പഴയതെല്ലാം കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. ദൈവം പുതുക്കിയ ഒന്നിനെ അങ്ങനെ സംഭവിച്ചിട്ടില്ലെന്ന് പറയാൻ നമ്മൾ ആരാണ്? ദൈവം നിങ്ങളെ നീതിമാനായിട്ട് കണ്ടെങ്കിൽ അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്ന് പറയാൻ നമ്മൾ ആരാണ്? പഴയത് കഴിഞ്ഞു പോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ. അപ്പൊ നമ്മളെ പുതുതാക്കി സൃഷ്ടിച്ചതിന്റെ കാരണഭൂതൻ ദൈവമാണ്. ദൈവമാണ് നമ്മളെ വീണ്ടെടുത്തത്. അതായത് അതിന് യേശുക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അയക്കുന്നതും കർത്താവ് ക്രൂശിൽ മരിക്കുന്നതുമൊക്കെ അതിന് കാരണക്കാരൻ ദൈവം, പിതാവായ ദൈവമാണ്. അപ്പൊ അങ്ങനെ പിതാവായ ദൈവം കാരണമായതിനു ശേഷം നമ്മൾ പറയുകയാണല്ലോ അവർക്ക് ഇപ്പോഴും ശാപമുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ജനത്തെ വഞ്ചിക്കുകയല്ലേ ചെയ്യുന്നത്? ഈ സത്യവചനത്തിൽ ജനത്തെ മാറ്റുകയല്ലേ ചെയ്യുന്നത്? ഇത് ബിസിനസിന്റെ ഭാഗമായി തിരികെയല്ലേ? സാധാരണ ഈ പൊതുജനം നമുക്ക് ശാപമുണ്ട്, ശാപമുള്ളത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്, ശാപമുള്ളത് കൊണ്ടാണ് കല്യാണം നടക്കാത്ത, ശാപമുള്ളത് കൊണ്ടാണ് മരണം സംഭവിക്കുന്നത്, ശാപമുള്ളത് കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് കേട്ട് കഴിയുമ്പോൾ സാധാരണ മനുഷ്യന് ഭയന്നു പോകും. ദൈവത്തിന്റെ വചനത്തിൽ അത്ര നിശ്ചയമില്ലാത്തവർ, വചനം വായിക്കാത്തവരൊക്കെ ആണെങ്കിൽ ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ അവരാകപ്പാടെ പരിഭ്രാന്തരായിട്ട് തീരും. എൻ്റെ ഈ വചനം കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളോട് പറയുന്നു, ഒരു ശാപത്തിനും നിങ്ങളുടെ മേൽ കർത്തൃത്വം ചെയ്യാൻ അവകാശമില്ല. ഒരു പാപത്തിന് ശക്തി നിങ്ങളെ അടിമപ്പെടുത്താൻ പറ്റില്ല. നിങ്ങൾ ജയിക്കുന്ന ജയാളികളാണ്. നിങ്ങളെ കർത്താവ് വീണ്ടെടുത്തിരിക്കുന്നു. നിങ്ങൾ ആ ജയത്തിൽ ആയിരിക്കുന്നിടത്തോളം, ആ ക്രിസ്തുവിന്റെ ആ ജയത്തിന്റെ ആ സംരക്ഷണയിലായിരിക്കുന്നിടത്തോളം കാലം ഒരിക്കലും നിങ്ങളുടെ മേൽ ഒരു ശാപത്തിനും അധികാരമില്ല. ഒരു അന്ധകാര ശക്തികൾക്കും നിങ്ങളുടെ മേൽ അവകാശമില്ല. അങ്ങനെയുള്ള ഒന്നും കൊണ്ട് നിങ്ങൾ ഭാരപ്പെടരുത്. അദ്ദേഹം പറയുന്നുണ്ട്, ഒരു കുഞ്ഞി അംഗവൈകല്യമുള്ള ഒരു കുട്ടിയെ ജനിച്ചാൽ അതും പാപത്തിന്റെ ഫലമാണ് എന്ന് പറഞ്ഞാൽ പിതാക്കന്മാരുടെ പാപത്തിന്റെ ഫലമായിട്ടാണ് അങ്ങനെ സംഭവിക്കുന്നതാണ് അദ്ദേഹം പറയുന്നത്. ഇതൊക്കെ വേദപുസ്തകം നിരക്കാത്തതായ വിഷയങ്ങൾ. കുഞ്ഞുങ്ങൾ ദൈവത്തിന് ദാനമാണ്, അവരെങ്ങനെ ജനിക്കണമെന്നൊക്കെ തീരുമാനിക്കുന്ന ദൈവമാണ്.
വേദപുസ്തകത്തിലും എത്രയോ ആൾക്കാര് മുടന്തന്മാരായി ജനിച്ചവരെ കുറിച്ചൊക്കെ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. അപ്പം കർത്താവ് നമ്മളെ നീതീകരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുടന്തനായാലും ക്രൂരനായാലും ആരാണെങ്കിലും നമ്മുടെ ഉള്ളിൽ ഒരു ആത്മാവുണ്ടല്ലോ. നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു ആത്മാവില്ലേ, ആ ആത്മാവിനെയല്ലേ കർത്താവ് നോക്കുന്നത്. നമ്മുടെ ഭാഗികമായിട്ടുള്ള അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള അതിന്റെ അവസ്ഥയിലാണോ ദൈവം നമ്മളെ പ്രസാദിക്കുന്നത്? നീതീകരണം ദൈവത്തിന്റെ ദാനമാണ്, അത് ആരുടെയും സൗജന്യമല്ല. ദൈവം നമ്മളെ നീതീകരിച്ചെങ്കിൽ ആ നീതീകരണത്തിൽ നിലനിന്ന് പോകുവാൻ നമുക്കിടയാകും. ക്രിസ്തുവിനുള്ള വിശ്വാസത്തിൽ നമ്മൾ അടിയുറച്ചവരായിട്ട് നിരന്തോറും അവങ്കിലേക്ക് നോക്കി ജീവിക്കുന്ന അനുഭവം നമുക്കുണ്ടാകണം. ക്രിസ്തുവിന്റെ മരണത്തിൽ വിശ്വസിക്കുമ്പോഴാണ് നമുക്ക് ആ നീതീകരണത്തിന്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് എത്തിപ്പെട്ടുവാൻ നമുക്ക് കഴിയും. നീതീകരണം എന്നുള്ളത് മനുഷ്യനോടുള്ള ബന്ധത്തിൽ നടക്കുന്ന സംഭവമാണ്. കാരണം മനുഷ്യനാണ് പാപം ചെയ്തത്, മനുഷ്യനാണ് ദൈവത്തിൽ നിന്ന് അകന്നു പോയത്. ആ മനുഷ്യന് നീതീകരണത്തിലൂടെ മാത്രമേ ദൈവത്തിലേക്ക് അടുത്തു വരാൻ പറ്റുകയുള്ളൂ. പ്രിയമുള്ളവരെ, ഞാൻ ഇത്രയും കാര്യങ്ങൾ നിങ്ങളോട് സംസാരിച്ചപ്പോൾ നിങ്ങൾക്കൊരു പക്ഷേ ഈ കാര്യങ്ങളുടെ നിജസ്ഥിതികൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഞാനീ പറഞ്ഞത് ഒന്നും തന്നെ വേദപുസ്തകത്തിൽ ഇല്ലാത്ത കാര്യങ്ങളല്ല. വേദപുസ്തകത്തിലെ വാക്യങ്ങൾ വായിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിച്ചത്. ഇനിയും ധാരാളം വാക്യങ്ങൾ വായിക്കാൻ വേണ്ടി ഉണ്ട്. എങ്കിലും നമ്മുടെ സമയം ഈ വീഡിയോയുടെ ലെന്ത് പിന്നെയും കൂടും എന്നുള്ളത് കൊണ്ട് ഞാനിവിടെ ഇത് പര്യവസാനിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾ ശാപഗ്രസ്തനാണെന്നോ, നിങ്ങളുടെ മേൽ പാപത്തിന്റെ ശക്തി ഇപ്പോഴും വ്യാപരിക്കുന്നു എന്ന് പറഞ്ഞാൽ, യേശുവിനെ അംഗീകരിച്ചതിന് ശേഷവും ഇപ്പോഴും നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ തലമുറകളിലൊക്കെ ശാപം അധിവസിക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒരു കാര്യം മാത്രം നിങ്ങൾ ചെയ്താൽ മതി. നിങ്ങൾ ഒന്നും കൂടെ ദൈവസ്ഥനിലേക്ക് ഒന്ന് ചെല്ലുക, പശ്ചാത്താപിക്കുക, പ്രാർത്ഥിക്കുക. കർത്താവേ, ഒരുപക്ഷെ ഇന്നും നിങ്ങൾക്ക് നിങ്ങളുടെ പാപത്തെക്കുറിച്ച് ബോധ്യപ്പെട്ടിട്ടില്ലെങ്കിൽ, യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് രക്ഷിതാവായി സ്വീകരിച്ച് സ്വന്തരക്ഷിതാവായി സ്വീകരിച്ച് പാപങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്നെങ്കിൽ, നിങ്ങളുടെ പാപങ്ങളെ ക്ഷമിച്ച് നിങ്ങളെ കർത്താവ് തന്റെ മക്കളാക്കി തീർക്കാൻ അവൻ ശക്തനായ ദൈവമാണ്. യേശു ക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിലെ മരണം കൊണ്ട് നമുക്കതാണ് സംഭവിച്ചത്. നമ്മുടെ ഹൃദയം ദൈവത്തിലേക്കൊന്ന് സമർപ്പിക്കാനിടയാകട്ടെ. അങ്ങനെ സമർപ്പിച്ചാൽ തീർച്ചയായും നമ്മുടെ ശാപത്തിൽ നിന്നും, നമ്മുടെ രോഗത്തിൽ നിന്നും, നമ്മുടെ പാപത്തിൽ നിന്നുമൊക്കെയുള്ള ഒരു വിടുതലും, സമ്പൂർണമായ വിടുതലും കർത്താവ് നമുക്ക് നൽകുകയാണ്. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥനായ പിതാവേ, ഈ 2 വീഡിയോയിലൂടെ അങ്ങയുടെ മാറ്റമില്ലാത്ത വചനം കേട്ട എല്ലാ പ്രിയമുള്ളവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ശാപങ്ങളെ മാറ്റുവാൻ, ഞങ്ങളുടെ പാവങ്ങളെ മാറ്റുവാൻ അങ്ങയുടെ ക്രൂശമരണത്തോടെ സാധിച്ചിട്ടുണ്ട്. അത് ഈ സമയം ഞങ്ങളത് വിശ്വസിക്കുന്നു. ആ വചനം ഞങ്ങൾ ഏറ്റെടുക്കുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കണമേ, യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. God bless you all. Thank you very much. ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ തീർച്ചയായും രേഖപ്പെടുത്തണം. തന്നെയുമല്ല, ഈ വീഡിയോ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ സ്നേഹിതരുമായി നിങ്ങൾ പങ്കുവെക്കുക. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു വെരി മച്ച്.